Hi friends, welcome back to our channel. 4ാം ക്ലാസ് ആനുവൽ ഇവാലുവേഷൻ 2019-20 വർഷത്തിലെ EVS ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 1 സോൾട്ട് സത്യാഗ്രഹ. അപ്പോൾ എന്താണ് സോൾട്ട് സത്യാഗ്രഹനെ കുറിച്ചിട്ടൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ദെൻ എ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഡൻഡി മാർച്ച്. അപ്പോൾ ഡൻഡി മാർച്ചിനെ കുറിച്ചിട്ടൊരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഷോർട്ട് നോട്ട് തയ്യാറാക്കി നോക്കാം. The Salt March, also known as Salt Satyagraha, Dandi March and the Dandi Satyagraha was an act of non-violent civil disobedience in colonial led by Mahatma Gandhi. The 24-day march lasted from 12th March to April 1930 as a direct action campaign of tax resistance and non-violent program against the British salt monopoly. Another reason for this march was that the disobedience movement needed a strong inauguration that would inspire people to follow Gandhiji's example. Gandhi started this march with 78 of his trusted volunteers. Okay, അപ്പോൾ ഇങ്ങനെയാണ് ഡൻഡി മാർച്ചിനെ കുറിച്ചിട്ട് ഒരു നോട്ട് തയ്യാറാക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് അതിലത്തെ ബി ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ നെയിംസ് ഓഫ് ഫ്രീഡം ഫൈറ്റേഴ്സ്. അപ്പോൾ താഴെ കുറച്ച് ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ പേര് ഏതാണ്? അപ്പോൾ ആദ്യത്തേത് ആരാ? സർദാർ വല്ലഭായ് പട്ടേലാണ്. അതവർ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഇനി അടുത്തത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇനി അടുത്തത് സരോജിനി നായിഡു. ഇനി നെക്സ്റ്റ് എന്താ? ഭഗത് സിംഗ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2. Then activity 2 first aid. Manu's hand got fractured while playing cricket. അപ്പോൾ എന്താണ്? മനുവിൻ്റെ ഹാൻഡ് ഫ്രാക്ചർ ആയി ക്രിക്കറ്റ് കളിക്കുമ്പോൾ. ദെൻ അതിലത്തെ എ ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി ദ ഫസ്റ്റ് എയ്ഡ് ഗിവൻ ടു മനു. അപ്പോൾ മനുവിന് കൊടുക്കാൻ പറ്റിയ ഫസ്റ്റ് എയ്ഡ് എന്താണ്? അപ്പോൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? ആ കൈ പിന്നെ ഇളക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ ഒരു സ്പ്ലിൻറ്റ് യൂസ് ചെയ്യുക. ഡു നോട്ട് മൂവ് ദ ഹാൻഡ്, ദെൻ യൂസ് എ സ്പ്ലിൻറ്റ്. ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, സം ആക്സിഡൻറ്റ്സ് ആൻഡ് ഫസ്റ്റ് എയ്ഡ്സ് ആർ ഗിവൺ ബിലോ. എന്താണ്? കുറച്ച് ആക്സിഡൻസും അതിൻ്റെ ഫസ്റ്റ് എയ്ഡ്സും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുക. ബ്ലീഡിങ് ഫ്രം നോസ്. അപ്പോൾ അത് വന്നാൽ എന്താ ചെയ്യേണ്ടത്? മേക്ക് ദ പേഴ്സൺ സിറ്റ് ലീനിങ് ഫോർവേഡ്. ഇനി നെക്സ്റ്റ് ഫ്രാക്ചർ വന്നാൽ എന്താണ്? സ്പ്ലിൻറ്റ് വെച്ചിട്ട് കെട്ടണം. ദെൻ നെക്സ്റ്റ് ഐസ് പാക്ക്. അതേതാണ്? സ്പ്രെയിൻ ആണ് ഐസ് പാക്ക്. ദെൻ ഫെയിൻറ്റിങ്, കീപ് ലെഗ്സ് അപ്വേർഡ് ഡയറക്ഷൻ. ദെൻ ബേൺസ് പൊള്ളലേറ്റാൽ എന്താ? പോർ കോൾഡ് വാട്ടർ കണ്ടിന്യൂസ്ലി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. അപ്പോൾ മേലെ നമ്മൾ മാച്ച് ചെയ്ത കാര്യം വേണം ഇവിടെ എഴുതാൻ. ബേൺസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ, പോർ കോൾഡ് വാട്ടർ കണ്ടിന്യൂസ്ലി. അപ്പോൾ അതിൻ്റെ താഴേക്ക് ബാക്കിയുള്ളതും കൂടി എഴുതുക. ഇനി അതിലത്തെ സി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ഫസ്റ്റ് എയ്ഡ്? പുട്ട് എ ടിക്ക് മാർക്ക്. അപ്പോൾ എന്താണ്? ഫസ്റ്റ് എയ്ഡുമായി റിലേറ്റ് ചെയ്തിട്ട് ഏതാണ് ഇതിലത്തെ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്? ആ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റിന് ടിക്ക് മാർക്ക് കൊടുക്കുക. കൺസോൾ ദ പേഴ്സൺ വെൻ ദ സ്നേക്ക് ബൈറ്റ്. അപ്പോൾ പാമ്പ് കടിച്ച പേഴ്സണെ കൺസോൾ ചെയ്യണം. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ അതൊന്നും ചെയ്യേണ്ട. റബ് യുവർ ഐസ് വെൻ ഡസ്റ്റ് ഫോൾസ് ഓൺ ഇറ്റ്. റബ് യുവർ ഐസ്. അപ്പോൾ അത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് ടിക്ക് കൊടുക്കുക. ഹോൾ ദ സ്പ്രെയിൻഡ് പാർട്ട് ഹൈ വിത്തൗട്ട് മൂവിങ്. ക്ലീനിങ് ദ വൂണ്ട് വിത്ത് പ്യുവർ വാട്ടർ. അപ്പോൾ അതൊക്കെ കറക്റ്റാണ്. അപ്പോൾ റോങ് ആയിട്ടുള്ളത് ഏതാണ്? ബി ആണ്. റബ് യുവർ ഐസ് വെൻ ഡസ്റ്റ് ഫോൾസ് ഓൺ ഇറ്റ് ഇൻടു ഇറ്റ്. അപ്പോൾ അവിടെ ടിക്ക് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 3 എന്താണെന്ന് നോക്കി നോക്കാം. മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. യൂസസ് ഓഫ് മൊബൈൽ ഫോൺസ് ആർ ഗിവൺ ബിലോ. അപ്പോൾ എന്താണ്? മൊബൈൽ ഫോൺസിൻ്റെ കുറച്ച് യൂസസ് താഴെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? എക്സ്ചേഞ്ചിങ് മെസ്സേജസ്, ടേക്കിംഗ് ഫോട്ടോഗ്രാഫ്സ്, പ്ലേയിങ് വീഡിയോ ഗെയിംസ്, മേക്ക് വീഡിയോ കോൾ, ഇൻ്റർനെറ്റ് ഫെസിലിറ്റി. അതുപോലെ റൈറ്റ് ദ യൂസസ് ഓഫ് റേഡിയോ ആൻഡ് ടെലിവിഷൻ. അപ്പോൾ റേഡിയോൻ്റെയും ടെലിവിഷൻ്റെയും കുറച്ച് യൂസസ് ചെയ്ത്. അപ്പോൾ റേഡിയോയുടെ ഉപകാരം എന്താ? പാട്ട് കേൾക്കാൻ പറ്റും, ന്യൂസ് കേൾക്കാൻ പറ്റും, ഡ്രാമ കേൾക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ്? ഫോർ ലിസണിങ് മ്യൂസിക്, ഫോർ ലിസണിങ് ന്യൂസ്, ഫോർ ലിസണിങ് ഡ്രാമാസ്, അതൊക്കെ എഴുതാൻ പറ്റും. ദെൻ ടെലിവിഷൻ വരുമ്പോൾ എന്താ? ടെലിവിഷൻ വാച്ചിങ് മൂവി, വാച്ചിങ് ആൻഡ് ലിസണിങ് മ്യൂസിക്, അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ്, അതൊക്കെ ടെലിവിഷനിൽ പറ്റും. ഓക്കെ,
ദെൻ ഇതിൻ്റെ അടിയിൽ എന്താ സം മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആർ ഗിവൺ ബിലോ ടെലിവിഷൻ, ദൂതം, കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ അഞ്ചലോട്ടക്കാരൻ, മൊബൈൽ ഫോൺ, പെരുമ്പറ. ഓക്കെ, അപ്പോൾ ഇത് തന്നിട്ടുണ്ട്. ക്ലാസിഫൈ ദ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കംപ്ലീറ്റ് എ ടേബിൾ ഗിവൺ ബിലോ. അപ്പോൾ എന്താണ് ഇത് ക്ലാസിഫൈ ചെയ്യുക, ദെൻ എന്നിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് താഴെയുള്ള ടേബിളിൽ എഴുതി കൊടുക്കുക. അപ്പോൾ എന്താണ് ഒന്നാമത്തത് ഓൾഡസ്റ്റ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷനും ദെൻ രണ്ടാമത്തെ ലേറ്റസ്റ്റ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷനുമാണ്. അപ്പോൾ ഓൾഡസ്റ്റ് മോഡിൽ ഏതൊക്കെയാണ് വരിക? ദൂതം വരും, പെരുമ്പറ വരും, അതുപോലെ തന്നെ അഞ്ചലോട്ടക്കാരൻ വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഹെഡിങ് എന്താണ്? ലേറ്റസ്റ്റ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതിൽ വരുന്നതാണ് എന്തൊക്കെ? ടെലിവിഷൻ, കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ മൊബൈൽ ഫോൺ. Then അടുത്തത് some means of see question. The only device used to maintain national security and law and order, put a tick mark. അപ്പോൾ ഇത് ഏതാണ്? ഫാക്സ്, വോക്കി ടോക്കി, ടെലിഫോൺ, റേഡിയോ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? വോക്കി ടോക്കി. ഈ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. എന്താണ്? റൈറ്റ് എ നോട്ട് ഓൺ കഥകളി. കഥകളിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാൻ. അപ്പോൾ ഒരു 3-4 പോയിന്റ്സ് ചെയ്ത് നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? കഥകളി ഈസ് എ സൂപ്പർ കൂൾ ഡാൻസ് ഡ്രാമ ഫ്രം കേരള, ഇന്ത്യ. ഇറ്റ്സ് ലൈക്ക് എ കളർഫുൾ പ്ലേ വിത്ത് എക്സ്പ്രസീവ് മൂവ്മെൻറ്റ്സ് ആൻഡ് ഫാൻസി കോസ്റ്റ്യൂംസ്. പീപ്പിൾ യൂസ് മേക്കപ്പ് ടു ലുക്ക് ലൈക്ക് ഗോഡ്സ്, ഡെമോൺസ് ആൻഡ് ഹീറോസ്. ഇതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഫീൽഡ് ഈസ് മൊയിൻകുട്ടി വാര്യർ ഈസ് ഫേമസ്, പുട്ട് എ ടിക്ക് മാർക്ക്. അപ്പോൾ ഏതിനാണ്? മാപ്പിളപ്പാട്ടാണ്. അപ്പോൾ മാപ്പിളപ്പാട്ടിൻ്റെ അവിടെ ടിക്ക് ഇടുക. സം പിക്ചർ ഓഫ് ആർട്സ് ഫോംസ് ആർ ഗിവൺ ബിലോ. റൈറ്റ് ദ നെയിം ഓഫ് ദ ആർട്ട് ഫോം ബിലോ ദ പിക്ചർ. ഏതാണ് താഴെ തന്നിരിക്കുന്ന പിക്ചർ? നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഒപ്പനയുടെ പിക്ചറാണ്. ദെൻ ആൻസർ എന്താണ്? ഒപ്പന. അപ്പോൾ ആദ്യത്തേത് ഏതാണ്? ആദ്യത്തേത് പടയണിയാണ്. ഈ ത്രികോണം പോലെ വരുന്നത് പടയണി. ദെൻ അടുത്തത് എന്താ? തെയ്യമാണ്. ഇനി അടുത്തത് നമുക്കറിയാം മോഹിനിയാട്ടം. ഓക്കെ, ദെൻ അടുത്ത ആക്ടിവിറ്റി എന്താ? ലീന സ്കൂൾ. ദ പിക്ചർ ഓഫ് ദ ലീന സ്കൂൾ ഈസ് ഗിവൺ ബിലോ. മാർക്ക് ദ ഡയറക്ഷൻ. അപ്പോൾ ലീനയുടെ സ്കൂളിൻ്റെ പിക്ചറാണ്. സ്കൂള്, വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, മാർക്കറ്റ്, പോലീസ് സ്റ്റേഷൻ, ലൈബ്രറി ഒക്കെ ഉണ്ട്. ഡയറക്ഷൻ മാർക്ക് ചെയ്യാനാണ്. അപ്പോൾ എന്താണ് അവിടെ മാർക്ക് ചെയ്യുക? മേലക്ക് എന്ത് വരും? മേലക്ക് നോർത്ത് വരും. ദെൻ അടിയിലേക്ക് എന്ത് വരും? സൗത്ത്. ദെൻ ചിത്രത്തേക്ക് നോക്കുക, ഈ സൈഡിൽ വെസ്റ്റ്, അടുത്ത സൈഡിൽ ഈസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഡയറക്ഷൻ മാർക്ക് ചെയ്യുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സം പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഗിവൺ ബിലോ. ഏതൊക്കെയാണ്? പോലീസ് സ്റ്റേഷൻ, ലൈബ്രറി, ഹോസ്പിറ്റൽ, പഞ്ചായത്ത് ഓഫീസ്. റൈറ്റ് ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ എനി 2 പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ ഏതെങ്കിലും പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്ന സർവീസസ് എന്തൊക്കെയാണ് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇതിലേതെങ്കിലും 2 ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ട് അവർ തരുന്ന സഹായം എഴുതുക. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 എടുക്കുക. ഒരു എക്സാമ്പിൾ തരാം. പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ നമുക്ക് എന്താണ്? സെക്യൂരിറ്റി തരും. അതുപോലെ തന്നെ കേസസ് ഒക്കെ അവർ പിടിക്കും. എന്താണ്? പ്രൊവൈഡ് സെക്യൂരിറ്റി, അതുപോലെ തന്നെ ഹാൻഡിൽ കേസസ്. അപ്പോൾ ഇതുപോലെ എഴുതുക. ഓക്കെ, അടുത്ത സി ക്വസ്റ്റ്യൻ. റൈറ്റ് ദ നെയിം ഓഫ് ദ ഹെഡ് ഓഫ് ദ ലോക്കൽ ബോഡി ഇൻ യുവർ ഏരിയ. അപ്പോൾ നമ്മുടെ ഏരിയയിലത്തെ ലോക്കൽ ബോഡി ഏതാ? പഞ്ചായത്താണ്. നമ്മുടെ അവിടെ ചിലരുടെ അവിടെ മേയറൊക്കെ വരും. ദെൻ പഞ്ചായത്ത്. അപ്പോൾ പഞ്ചായത്തിൽ ആരാണ് ഹെഡ്? പഞ്ചായത്ത് പ്രസിഡൻ്റ് ആണ്. ദെൻ അപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ പേര്, നിങ്ങളുടെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ പേര് അവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.